നമസ്കാരം. ദേശീയ സമ്പാദ്യ പദ്ധതി മഹിളാ പ്രധാന ഏജന്റുമാരുടെ പ്രതിമാസ റിപ്പോർട്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ സഹായിക്കുന്ന ടൂളാണ് ക്ലെയിം ഫോം മാനേജർ. ഏജന്റ് ലോഗിനിൽ നിന്നും ലൈവ് റിപ്പോർട്ടും ഷെഡ്യൂളുകളുടെ ലിസ്റ്റും എക്സലിൽ യൂണിക്കോഡ് ഫോർമാറ്റിൽ നൽകിയ ശേഷം ഷെഡ്യൂൾ പോസ്റ്റ് ഓഫീസിൽ അടച്ച തീയതി കൂടി നൽകിയാൽ ക്ലെയിം ഫോം മാത്രമല്ല, അബ്സ്ട്രാക്റ്റ്, പെൻഡിങ് അക്കൗണ്ട്സ്, ഡിഫോൾട്ട് അക്കൗണ്ട്സ്, ക്ലോസ് ചെയ്ത അക്കൗണ്ടുകൾ, കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപ് ക്ലോസ് ചെയ്ത അക്കൗണ്ടുകൾ, ലാപ്സായ അക്കൗണ്ടുകൾ എന്നിങ്ങനെ നിരവധി റിപ്പോർട്ടുകൾ നമുക്ക് ലഭിക്കും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ് എല്ലാ മാസവും അവസാന ദിവസത്തെ ലൈവ് റിപ്പോർട്ട് യൂണിക്കോഡ് ഫോർമാറ്റിൽ എക്സലിലേക്ക് കൊണ്ടുവരൽ. ഇത് എങ്ങനെയെന്ന് നോക്കാം. ലൈവ് റിപ്പോർട്ട് എക്സലിലേക്ക് യൂണിക്കോഡ് ഫോർമാറ്റിൽ കൊണ്ടുവരൽ എല്ലാ മാസവും അവസാനത്തെ തീയതിയിൽ ചെയ്യണം. ആദ്യമായി നമുക്ക് ഒരു പുതിയ എക്സൽ ഫയൽ ഉണ്ടാക്കാം. കമ്പ്യൂട്ടറിലെ ഫോൾഡറിനകത്ത് മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ന്യൂ എന്ന ഓപ്ഷനിലെ മൈക്രോസോഫ്റ്റ് ഓഫീസ് എക്സൽ എന്ന ഐറ്റം തിരഞ്ഞെടുക്കുക. ഇപ്പോൾ ഫോൾഡറിൽ പുതിയ എക്സൽ ഫയൽ ഉണ്ടായിരിക്കും. ഈ ഫയലിന് പേര് നൽകാൻ ഫയലിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് റീനെയിം സെലക്ട് ചെയ്യുക. ഈ ഫയലിന് മാസാവസാന ദിവസത്തെ പേര് നൽകുക. ഉദാഹരണത്തിന് ലൈവ് ജൂലൈ 31 അല്ലെങ്കിൽ ഓഗസ്റ്റ് 31 അങ്ങനെ. ഇനി ഈ ഫയലിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഫയൽ തുറന്നു വരും. DOP ഏജൻറ്റ് ഇന്ത്യ പോസ്റ്റ് സൈറ്റിൽ ലോഗിൻ ചെയ്യുക. അക്കൗണ്ട്സിൽ ഏജൻറ്റ് അപ്ഡേറ്റ് ആൻഡ് എൻക്വയർ സ്ക്രീൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇന്നത്തെ തീയതിയിലെ ലൈവ് റിപ്പോർട്ട് കാണാം. 500-ൽ കൂടുതൽ അക്കൗണ്ടുകൾ ഉള്ളവർ ഏറ്റവും താഴെയായി ഫെച്ച് മോർ അക്കൗണ്ട്സ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സോർട്ട് ചെയ്യാൻ നെക്സ്റ്റ് RD ഇൻസ്റ്റാൾമെൻറ്റ് ഡ്യൂ ഡേറ്റ് എന്ന വലത്തെ അറ്റത്തെ കോളം ഹെഡിങ്ങിൽ ക്ലിക്ക് ചെയ്യുക. മുകളിൽ പ്രിൻ്റ് ബട്ടൻ്റെ വലതുഭാഗത്തായി കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. PDF രൂപത്തിൽ HTML റിപ്പോർട്ട് കാണാം. ഇവിടെ പ്രിൻ്റ് കൊടുത്താൽ നമുക്ക് ഈ ലൈവ് റിപ്പോർട്ട് PDF ഫയലായി സേവ് ചെയ്യാം. ഇത് നമ്മുടെ പ്രതിമാസ റിപ്പോർട്ടിൻ്റെ ആവശ്യത്തിനായി പ്രിൻ്റ് എടുക്കാൻ ഉപകരിക്കും. ഇതിലെ ഡാറ്റ എക്സലിലേക്ക് കൊണ്ടുവരലാണ് നമ്മുടെ ആവശ്യം. ഇത് മുഴുവനായി സെലക്ട് ചെയ്യാൻ Ctrl+A കീ കോമ്പിനേഷൻ ഉപയോഗിക്കുക. കോപ്പി ചെയ്യാൻ Ctrl+C കീ കോമ്പിനേഷൻ ഉപയോഗിക്കുക. നമ്മൾ പുതിയതായി ഉണ്ടാക്കിയ എക്സൽ ഫയലിലേക്ക് ഈ ഡാറ്റ പേസ്റ്റ് ചെയ്യണം. എക്സൽ ഫയലിലെ മുകളിൽ ഇടത്തെ മൂലയിൽ ക്ലിക്ക് ചെയ്യുക. ഇനി റൈറ്റ് ക്ലിക്ക് ചെയ്യുക. പേസ്റ്റ് എന്ന ഓപ്ഷന് താഴെയായി പേസ്റ്റ് സ്പെഷ്യൽ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഇതിൽ യൂണിക്കോഡ് ടെക്സ്റ്റ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. OK ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ആ ദിവസത്തെ അക്കൗണ്ടുകൾ മുഴുവനും ഈ ഷീറ്റിലേക്ക് വന്നിരിക്കും. ഇത് എല്ലാ മാസവും അവസാന ദിവസം നിർബന്ധമായും ചെയ്യണം. ടൂളിൻ്റെ പ്രവർത്തനം സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.